ഹസ്ബൻഡാണ്, അവിടെ ഡെപ്പോസിറ്റ് ഉണ്ട്, ആൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ വൈഫിനെ ഫസ്റ്റ് നോമിനിയായിട്ട് വയ്ക്കാം. ഹായ് ഓൾ, വെൽക്കം ടു എൻട്രി. ഞാൻ ജിസ്ന. അപ്പോൾ എല്ലാവരും പഠിച്ചു തുടങ്ങിയല്ലോ, നമ്മുടെ എക്സാം ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട് അല്ലേ? നമ്മളെല്ലാവരും ജൂണിലാണ്, അപ്രോക്സിമേറ്റ്ലി ജൂണിൽ ഉണ്ടാവുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ CSEB നമുക്കൊരു സഹായം ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ തവണ എക്സാം നേരത്തെ ആക്കി എന്നുള്ള കംപ്ലയിൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ CSEB എന്ത് ചെയ്തു, 2 മാസം നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയും നമുക്ക് പഠിക്കാനായിട്ട് 2 മാസം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പഠിക്കാത്തവർ അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് കംപ്ലയിൻറ്റ് പറയുന്നവർക്ക് ധാരാളം സമയം കിട്ടിയിട്ടുണ്ട്. എല്ലാവരും പഠിച്ചു തുടങ്ങുക, ടൈം ടേബിൾ ഇട്ട് പഠിക്കുക. എല്ലാവരോടും നമ്മൾ മുമ്പ് ക്ലാസ്സുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് CSEB എക്സാം എഴുതാൻ പോകുന്നവർ എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ഫോളോ ചെയ്യണം എന്നുള്ളത് ക്ലാസ്സുകളൊക്കെ നമ്മൾ എൻട്രിയുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. എല്ലാവരും ചാനൽ എടുത്ത് കാണാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കിയിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കുന്നത് ബാങ്കിങ്ങിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. സാധാരണ കേസിൽ മോഡേൺ ബാങ്കിങ് എന്ന് പറയുമ്പം കുറേ ചേഞ്ചസ് വരുന്ന കാര്യങ്ങളാണ് അല്ലേ? അതേപോലെ ബാങ്കിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ബാങ്കിങ് ലോസ് അമെൻമെൻറ്റ് ബിൽ 2024. ബാങ്കിങ്ങിലെ നമുക്ക് നിയമങ്ങളിൽ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് നിയമങ്ങളിൽ മാറ്റങ്ങൾ കൊണ്ടുവരണമല്ലോ. അങ്ങനെ നമ്മുടെ ഫിനാൻസ് മിനിസ്റ്ററായിട്ടുള്ള നിർമ്മല സീതാരാമൻ 2024 കുറച്ച് നമ്മുടെ ബാങ്കിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്ന നിയമങ്ങളിൽ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നമ്മുടെ ബാങ്കിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്ന കുറേ ആക്റ്റുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? RBI ആക്ട് ഉണ്ട്, BR ആക്ട് ഉണ്ട്, NI ആക്ട് ഉണ്ട്, ഇങ്ങനെയുള്ള കുറേ ആക്റ്റുകളുണ്ട്. അങ്ങനെ ഇതിലെല്ലാം എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് മിക്കവാറും ഈ വരുന്ന എക്സാമിന് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഇവിടെ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ നിയമങ്ങളാണ് അല്ലെങ്കിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് നമ്മുടെ ബാങ്കിങ് ലോസിൽ വന്നിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ബാങ്കിങ് ലോസ് അമെൻമെൻറ്റ് ബിൽ 2024 നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാനുള്ളത്, ബാങ്കിങ് ലോസ് അമെൻമെൻറ്റ് ബിൽ 2024 വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ലോക്സഭ ഓൺ August 9, 2024. ഓഗസ്റ്റ് 9, 2024 ഓഗസ്റ്റ് 9-നാണ് ലോക്സഭയിൽ ഇത് അവതരിപ്പിച്ചത്, ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ദെൻ അത് പാസ്സാക്കിയത് December 3, 2024. ഓക്കെ, അപ്പോൾ ലോക്സഭയിൽ അവതരിപ്പിച്ചത് August 9, 2024 ആണ്. ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കുക. August 9, 2024 ലോക്സഭയിൽ അത് അവതരിപ്പിച്ചത്. ബില്ല് പാസ്സാക്കിയത് December 3, 2024. അപ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അമെൻമെൻറ്റുകൾ വരുന്നത് നോർമൽ കേസിൽ ഓരോ എന്തെങ്കിലും ഉദ്ദേശങ്ങളുണ്ടാവും അല്ലേ? ഇതിപ്പോൾ മെയിനായിട്ട് ഉദ്ദേശം അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കുകളുടെ പ്രവർത്തന ശൈലിയിൽ കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ കുറച്ചും കൂടെ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരിക, ജനങ്ങളിലേക്ക് കൂടുതൽ ബാങ്കിങ് ഫെസിലിറ്റീസ് എത്തിക്കുക, ജനങ്ങളിൽ കൂടുതൽ വിശ്വാസം ജനിപ്പിക്കുക ബാങ്കുകളിൽ, അങ്ങനെ അതേപോലെ കുറച്ചും കൂടെ സുതാര്യത ഏർപ്പെടുത്തുക, അങ്ങനെയുള്ള കുറേ ഇൻറ്റൻഷനോട് കൂടിയിട്ടാണ് ഇത്തവണത്തെ ബാങ്കിങ് ബില്ല് അല്ലെങ്കിൽ ബാങ്കിങ് അമെൻമെൻറ്റ് ബില്ല് അവതരിപ്പിച്ചത്. അപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പല ആക്റ്റുകളിൽ ചേഞ്ച് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതൊക്കെ ആക്റ്റിലാണ് നമ്മുടെ ഇപ്പോഴത്തെ ബാങ്കിങ് ലോസ് അമെൻമെൻറ്റ് ബിൽ 2024 അഫക്റ്റ് ചെയ്തിട്ടുള്ളത് എന്ന് നോക്കാം. ആദ്യം വരുന്നത് നോക്കൂ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934, RBI ആക്റ്റിൽ മാറ്റം വന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ BR ആക്ട് 1949, BR ആക്ട് 9, ഇതൊക്കെ അറിയാമല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളല്ലേ? BR ആക്ടിൻ്റെ മുമ്പത്തെ പേരെന്തായിരുന്നു എല്ലാവർക്കും അറിയാമല്ലോ, ബാങ്കിങ് കമ്പനീസ് ആക്ട്. അതൊക്കെ പഠിച്ചു വയ്ക്കായിട്ട് എല്ലാവരും. ഓക്കെ, അതൊന്നും ഇപ്പം മിസ് അങ്ങോട്ടൊന്നും കിടക്കണില്ല. അപ്പോൾ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949, ദെൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1955, SBI ആക്ട് 1955, ദെൻ ബാങ്കിങ് കമ്പനീസ് അക്യൂസിഷൻ ആൻഡ് ട്രാൻസ്ഫർ ഓഫ് അണ്ടർടേക്കിംഗ് ആക്ട് 19
70. ബാങ്കിങ് കമ്പനീസ് നമ്മൾ ബാങ്കുകളെ നാഷണലൈസ് ചെയ്ത കേസ് ഓർമ്മയുണ്ടോ? നമ്മൾ ആദ്യത്തെ നാഷണലൈസ് ചെയ്തത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ നാഷണലൈസ് ചെയ്തു, ദെൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ നാഷണലൈസ് ചെയ്തു, ദെൻ അത് കഴിഞ്ഞിട്ട് 14 ബാങ്കുകളെ നാഷണലൈസ് ചെയ്തു ഇല്ലേ? 50 കോടിയുള്ള 14 ബാങ്കുകൾ നാഷണലൈസ് ചെയ്തു. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതെന്ത് ആക്ട് പ്രകാരമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാങ്കിങ് കമ്പനീസ് ആക്ട് പ്രകാരമാണ്. അക്വിസിഷൻ ആൻഡ് ട്രാൻസ്ഫർ ഓഫ് അണ്ടർടേക്കിംഗ്, അതാണ് അത് അർത്ഥമാക്കുന്നത് കേട്ടോ. അക്വിസിഷൻ ആൻഡ് ട്രാൻസ്ഫർ ഓഫ് അണ്ടർടേക്കിംഗ് ആക്ട് പ്രകാരം 1907. ദെൻ ബാങ്കിങ് കമ്പനീസ് ആക്ട് 1980. ഇത് രണ്ടും ഇതിൽ എല്ലാത്തിലുമാണ് എന്ത് ഇപ്പോഴത്തെ അമെൻമെൻറ്റ് ബില്ല് എഫക്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നിൽ എന്തൊക്കെ ചേഞ്ചസ് എന്നല്ല, നമുക്ക് ഓൾ ടോട്ടലായിട്ട് എന്തൊക്കെയാണ് നമ്മൾ ടോട്ടൽ ബാങ്കിങ് മേഖലയെ ഇതെങ്ങനെയൊക്കെയാണ് എഫക്റ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയി ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നോമിനേഷൻ. എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, ചെറിയ രീതിയിലെങ്കിലും എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അല്ലേ? നമുക്ക് നോമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം എന്താ നോമിനേഷൻ. നമ്മുടെ ബാങ്കിലുള്ള നമ്മുടെ ട്രാൻസാക്ഷൻ, നമുക്ക് അക്കൗണ്ടിൽ പൈസ ബാലൻസ് ഉണ്ടെങ്കിലോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ എന്താ പറയുക ലോക്കറിൽ നമ്മൾ ആർട്ടിക്കിൾസ് ഉണ്ടെങ്കിലോ അങ്ങനെ എന്ത് തന്നെയായാലും നമ്മുടെ അക്കൗണ്ട് ഹോൾഡറുടെ മരണശേഷം അതിനുള്ള എല്ലാ അവകാശവും കിട്ടുന്ന ആളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നോമിനി എന്ന് വിളിക്കുന്നത്. അപ്പം നോമിനേഷൻ്റെ കേസിൽ വന്നിട്ടുള്ള ചേഞ്ച് എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ദ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് അലൗസ് single or joint deposit holders to appoint a nominee for their deposit. നമുക്കറിയാം എന്താ സിംഗിൾ അക്കൗണ്ട് ഉണ്ട്, ജോയിൻ്റ് അക്കൗണ്ട് ഉണ്ട് അല്ലേ? അവർക്ക് എന്തിനുള്ള ഫെസിലിറ്റി ഉണ്ട്? നമുക്ക് നോമിനീനെ വെക്കാനുള്ള അവകാശമുണ്ട്. പണ്ട് കാലത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു നോമിനീനെയാണ് നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യാറുള്ളത് അല്ലേ? Such a nominee can also be appointed for items left in custody of bank or for a locker hired from a bank. ഈ നോമിനിക്കാണ് എന്തിനുള്ള അവകാശം? ഇയാളുടെ അക്കൗണ്ടിൽ പൈസ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനായാലും, അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലോക്കറിൽ എന്തെങ്കിലും ആർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ അതിനുള്ള അവകാശവും ആർക്കായിരിക്കും? ഈ നോമിനിക്കായിരിക്കും അല്ലേ? Then the nominee can access the deposit, articles or locker in the case of death of the person who nominated him. ആരാണോ ഈ നോമിനീനെ അപ്പോയിൻറ്റ് ചെയ്തത് അയാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കണു? ഇയാളുടെ അക്കൗണ്ടിലുള്ള പൈസ ഉണ്ടെങ്കിൽ അതും ലോക്കറിലുള്ള ലോക്കറിൽ എന്താണോ ഉള്ളത് അത് അയാൾക്കാണ് കിട്ടിയിരുന്നത് സപ്പോസ്. പക്ഷേ നമ്മൾ ഇപ്പോൾ സാധാരണ കേസിൽ നമ്മൾ നോമിനി വെക്കുന്ന ഒന്നുകിൽ അച്ഛനാണെങ്കിൽ മോളെ വെക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അങ്ങനെ ആയിരിക്കും. പുറത്തൊരാളെന്തായാലും നോമിനേറ്റ് വെക്കില്ല. എന്ത് തന്നെയാലും നമ്മൾ ഒരാളായിട്ട് നോമിനേറ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നോർമൽ കേസിൽ ഹസ്ബൻഡ് ആണെന്നുണ്ടെങ്കിൽ വൈഫിനെ ആയിരിക്കും നോമിനിയാക്കി വെക്കുക, അല്ലെങ്കിൽ വൈഫ് ആണെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡിനെ ആയിരിക്കും നോമിനിയാക്കി വെക്കുക, നിർബന്ധമില്ല. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡോട്ടറിനെ നോമിനിയാക്കി വെക്കാം അല്ലേ? അല്ലെങ്കിൽ മകനെ നോമിനിയാക്കി വെക്കാം. ഈ ഒരു സർക്കിളിലായിരിക്കും സാധാരണ കേസിൽ നമ്മൾ നോമിനിയാക്കി വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അമ്മയെ അല്ലെ മകനാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള നോമിനേഷനാണ് സാധാരണ കേസിൽ നടക്കാറുള്ളത് ഒരു നോമിനീനെ വെക്കുന്ന കേസിൽ അല്ലേ? പക്ഷെ ഇപ്പോൾ സപ്പോസ് എന്തെങ്കിലും ബുദ്ധിമുട്ട് മൂലം ഈ ഫാമിലിയിൽ എല്ലാവരും പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മരിച്ചു പോവുകയോ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നാച്ചുറൽ കലാമിറ്റീസ് നമുക്കൊന്നും പറയാൻ പറ്റില്ല അല്ലേ? ആക്സിഡൻറ്റ് മൂലമോ അല്ലാന്നുണ്ടെങ്കിൽ പ്രളയം ഇല്ല, എന്തൊക്കെയാണ് സംഭവിക്കണേ നമ്മുടെ നാട്ടിൽ. ഇങ്ങനെയൊക്കെ ഒരു ഫാമിലിയിലെ മൊത്തം ആൾക്കാർ മരിച്ചു പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നുണ്ടാവുക അല്ലേ? എന്തായാലും ഒരാളെയല്ലേ നമ്മൾ നോമിനിയാക്കി വെക്കുള്ളൂ അല്ലേ? ഇപ്പോൾ ഹസ്ബൻഡ് വൈഫിനെയാണ് നോമിനിയാക്കി വെച്ചേക്കണേ. ഇവർ രണ്ടാൾ ആക്സിഡൻറ്റിൽ എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അല്ലെങ്കിൽ അപ്പോൾ അച്ഛൻ മകളെയാണ് നോമിനിയാക്കി വെച്ചിരുന്നത്, ഇവർ രണ്ടാളും മരിച്ചു പോയി കഴിഞ്ഞാൽ ബാങ്കിന് അതൊരു തലവേദന കേസാണ് അല്ലേ? അപ്പോൾ ഇതൊഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തു? ഈ ബില്ലിൽ പുതിയൊരു നിയമം കൊണ്ടുവന്നു. എന്ത്? 4 ആളെ മാക്സിമം നമുക്ക് നോമിനിയായിട്ട് വെക്കാം. എന്താ പറഞ്ഞത്? ഒരാളെയാണ് നമ്മൾ നോമിനിയാക്കി വെച്ചിരുന്നത്, പക്ഷെ ഇനി വേണമെന്നുണ്ടെങ്കിൽ ദ ബിൽ അലൗസ് ദ അപ്പോയിൻമെൻറ്റ് അപ് ടു 4 nominees ഫോർ ദീസ് പർപ്പസ്. ഈ ബില്ല് പ്രകാരം 4 നോമിനീനെ നമുക്ക് വെക്കാം. ഓക്കെ, ഫോർ ഡെപ്പോസിറ്റ് സച്ച് നോമിനീസ് ക്യാൻ ബി അപ്പോയിൻറ്റഡ് എയ്തർ സക്സസീവ്ലി ഓർ സൈമുൾട്ടേനിയസ്ലി.
ഫോർ അതർ പർപ്പസ് ദേ ക്യാൻ ബി അപ്പോയിൻറ്റഡ് സക്സസീവ്ലി. അപ്പോൾ ഇതറിയാൻ വേണ്ടിയിട്ട് നമുക്ക് നോമിനേഷൻ രണ്ട് രീതിയിൽ ചെയ്യാം. സക്സസീവ് നോമിനേഷൻ ഉണ്ട്, സൈമൾട്ടേനിയസ് നോമിനേഷൻ ഉണ്ട്. ഓക്കെ, സക്സസീവ് നോമിനേഷൻ ഉണ്ട്, സൈമൾട്ടേനിയസ് നോമിനേഷൻ ഉണ്ട്. ഓർത്ത് വയ്ക്കുക. സക്സസീവ് നോമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു 4 ആളെ നോമിനേറ്റ് അപ്പോയിൻറ്റ് ചെയ്യാന്ന് പറഞ്ഞില്ലേ, അതിൽ ഓരോരുത്തരുടെ പേര് മെൻഷൻ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഹസ്ബൻഡാണ്, അവിടെ ഡെപ്പോസിറ്റ് ഉണ്ട്. ആൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ വൈഫിനെ ഫസ്റ്റ് നോമിനിയായിട്ട് വയ്ക്കാം. ഓക്കെ, ദെൻ രണ്ടാമത് വരുന്നത് വേണമെന്നുണ്ടെങ്കിൽ മകനെ സെക്കൻഡ് നോമിനിയായിട്ട് വയ്ക്കാം. ദെൻ പിന്നെന്താ, നമ്മുടെ മകളെ വേണമെന്നുണ്ടെങ്കിൽ തേർഡ് നോമിനിയായിട്ട് വെക്കാം. പിന്നെ വീട്ടിൽ വേറെ രണ്ടാമത്തെ മകളോ രണ്ടാമത്തെ മകനോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഓരോ ഓർഡറിൽ നമുക്ക് നോമിനേഷൻ ചെയ്യാം. അതിനെയാണ് നമ്മൾ സക്സസീവ് നോമിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ടുള്ള നോമിനി എന്ന് പറയുന്നത് ആരായിരിക്കും? വൈഫ് ആയിരിക്കും അല്ലേ? ഓക്കെ, ശ്രദ്ധിക്കുക, ഈ വൈഫിനായിരിക്കും മൊത്തം ഇതിൻ്റെ അവകാശം വരിക. സപ്പോസ് വൈഫിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ മാത്രം രണ്ടാമത്തെ അവകാശിയായിട്ടുള്ള മകന് കിട്ടുന്നു. ഇയാൾ ജീവിച്ചിരിക്കണത്തോളം കാലം ഇയാൾ തന്നെയാണ്. ഇയാൾ മരിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ എമൗണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ആർട്ടിക്കിൾസ് ലോക്കറിലിരിക്കണ മുഴുവനായിട്ടും വൈഫിനായിരിക്കും കിട്ടുക. വൈഫ് ജീവിച്ചിരിക്കില്ല, അപ്പോൾ ഹസ്ബൻഡും വൈഫും ഒരുമിച്ചാണ് മരിക്കണമെന്നുണ്ടെങ്കിൽ അത് മുഴുവനായിട്ട് ആർക്കാണ് കിട്ടുക? മകനായിരിക്കും കിട്ടുക. ഇവർ 3 ആളും മരിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ഡോട്ടർക്ക് കിട്ടും. മനസ്സിലായോ? അങ്ങനെ ഒരു ഓർഡറിൽ നമ്മൾ നോമിനേഷൻ ചെയ്യുന്നതിനെയാണ് സക്സസീവ് നോമിനേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ നോമിനി നമ്പർ 1, നമ്പർ 2, നമ്പർ 3 അങ്ങനെ കൊടുക്കുക. അപ്പോൾ എന്താണ്, ഫുൾ അവകാശം നോമിനി നമ്പർ 1-നായിരിക്കും. അയാൾ മരിച്ചാൽ മാത്രം നോമിനി നമ്പർ 2-ന് കിട്ടും. അങ്ങനെ കൊടുക്കുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? സക്സസീവ് നോമിനേഷൻ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയല്ലോ? പിന്നെ വരുന്നത് സൈമൾട്ടേനിയസ് നോമിനേഷൻ ആണ്. സൈമൾട്ടേനിയസ് നോമിനേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ എല്ലാവർക്കും തുല്യ അവകാശം എന്ന് പറയണേക്കാൾ ഉപരി നമുക്ക് ഒരു പ്രപ്പോർഷൻ വെക്കാം എന്നുള്ളതാണ് സൈമൾട്ടേനിയസ് നോമിനേഷൻ്റെ പ്രത്യേകത. ഒരു പ്രപ്പോർഷൻ, ഫോർ എക്സാമ്പിൾ, നമുക്ക് ഒരു 50 ലക്ഷം രൂപയുടെ ഡെപ്പോസിറ്റ് ഉണ്ട് ബാങ്കിൽ. കുറച്ച് കൂടുതൽ കിടന്നോട്ടെ അല്ലേ. 50 ലക്ഷം രൂപയുടെ ഡെപ്പോസിറ്റ് ഉണ്ട്. ഈ 50 ലക്ഷം രൂപയിൽ 20% എക്ക്, 20% ബിക്ക്, 10% സിക്ക്, അങ്ങനെ ഓരോ പ്രപ്പോർഷൻ വെക്കാം എന്നുള്ളതാണ് സൈമൾട്ടേനിയസ് നോമിനേഷൻ്റെ പ്രത്യേകത. ഇപ്പോൾ അക്കൗണ്ട് ഹോൾഡർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അവകാശം വരുന്നതാണ് സൈമൾട്ടേനിയസ് നോമിനേഷൻ. വേണമെന്നുണ്ടെങ്കിൽ പ്രപ്പോർഷൻ വയ്ക്കുമ്പോൾ അത് ഈക്വലായിട്ട് വയ്ക്കാം, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ പ്രപ്പോർഷൻ വെച്ചിട്ട് നോമിനേഷൻ ചെയ്യുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? സൈമൾട്ടേനിയസ് നോമിനേഷൻ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, വൈൽ നോക്കൂ, ഫോർ ഡെപ്പോസിറ്റ് സച്ച് നോമിനി ക്യാൻ ബി അപ്പോയിൻറ്റഡ്. ഇപ്പോൾ ഡെപ്പോസിറ്റുകൾക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് സക്സസീവ് നോമിനേഷനും സൈമൾട്ടേനിയസ് നോമിനേഷനും നമുക്ക് അലൗഡ് ആണ് അല്ലേ. ഡെപ്പോസിറ്റുകൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോരുത്തരെ 1 by 1 ആയിട്ട് നമുക്ക് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ പ്രപ്പോർഷൻ വെക്കാം. മനസ്സിലാവുന്നുണ്ടോ? വൈൽ ഫോർ അതർ പർപ്പസ് ദേ ക്യാൻ ബി അപ്പോയിൻറ്റഡ് സക്സസീവ്ലി. പക്ഷേ ലോക്കറിൻ്റെ കേസിലൊക്കെ ആണെന്നുണ്ടെങ്കിലോ, ലോക്കറിൻ്റെ കേസിൽ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ സൈമൾട്ടേനിയസ് പറ്റില്ല. അവിടെ സക്സസീവ് നോമിനേഷൻ മാത്രമാണ് അലൗഡ് ആയിട്ടുള്ളത്. ഓർത്ത് വയ്ക്കുക കേട്ടോ. Okay, the nomination will be effective in a declared proportion. For successive nomination, the nominee who has been named ഇതിൻ്റെ കാര്യമാണ് പറയുന്നത്. സക്സസീവ് നോമിനേഷൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ആദ്യം ആരാണോ വെച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഏറ്റവും മുകളിൽ നെയിംഡ് ഹയർ ഇൻ ദ ഓർഡർ, ഏറ്റവും മുകളിൽ ആരുടെ പേരാണോ വെച്ചിട്ടുള്ളത് അവർക്കായിരിക്കും അതിൽ എമൗണ്ട് കിട്ടാൻ പോകുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ സക്സസീവ് നോമിനേഷനും സൈമൾട്ടേനിയസ് നോമിനേഷനും ക്ലിയർ ആയില്ലേ? ഇതാണ് നോമിനേഷൻ്റെ കേസിൽ വന്നിരിക്കുന്ന ചേഞ്ച്. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി അടുത്ത വ്യത്യാസം, അടുത്ത അമെൻമെൻറ്റിൽ എന്താ വന്നിക്കണേന്ന് നോക്കാം. ടെന്യൂർ ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് ബാങ്ക്. ഓർത്ത് വയ്ക്കുക, കോപ്പറേറ്റീവ് ബാങ്കുകളിലെ ഡയറക്ടേഴ്സിൻ്റെ ടെന്യൂറിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, The Banking Regulation Act prohibits the directors of a bank
ടു ഹോൾഡ് ഓഫീസ് ഇവിടെ എക്സെപ്റ്റ് ഇറ്റ്സ് ചെയർമാൻ ഓർ ഹോൾ ടൈം ഡയറക്ടർ അതുണ്ട് കേട്ടോ. ടു ഹോൾഡ് ഓഫീസ് for more than 8 years consecutively. The bill seeks to increase this period to 10 years for cooperative bank. ഓർത്ത് വയ്ക്കുക. അപ്പം എന്താ പറഞ്ഞത്? ദ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രൊഹിബിറ്റ്സ് ഡയറക്ടേഴ്സ് ഓഫ് എ ബാങ്ക്. അതായത് BR ആക്ടിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ബാങ്കിൻ്റെ ഡയറക്ടേഴ്സിന് എക്സെപ്റ്റ് ചെയർമാനും ഹോൾ ടൈം ഡയറക്ടേഴ്സിനും ഇത് അപ്ലിക്കബിൾ അല്ല കേട്ടോ. ചിലപ്പോൾ ഇങ്ങനെ ഒരു ക്ലോസ് അവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ നമുക്ക് നോക്കാം. ഇതും കൂടെ നിങ്ങൾ ഓർത്ത് വെക്കുക. എന്താണ്? ഡയറക്ടേഴ്സിൻ്റെ കാര്യം മാത്രമാണ് പറയുന്നത്, ചെയർമാനും ഹോൾ ടൈം ഡയറക്ടേഴ്സിനും ഇത് അപ്ലിക്കബിൾ അല്ല, ഓർക്കുക കേട്ടോ. അപ്പോൾ ടു ഹോൾഡ് ഓഫീസ് ഫോർ മോർ ദാൻ 8 years consecutively, 8 വർഷം കണ്ടിന്യൂസ് 8 വർഷത്തിൽ കൂടുതൽ ഒരാൾക്ക് ഒരു ബാങ്കിൻ്റെ ഡയറക്ടറായിട്ട് ഇരിക്കാൻ പറ്റില്ല, കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഡയറക്ടറായിട്ട് ഇരിക്കാൻ പറ്റില്ല. പക്ഷേ ഈ ബില്ല് പ്രകാരം എന്ത് സംഭവിച്ചു? ദ ബിൽ സീക്സ് ടു ഇൻക്രീസ് ദിസ് പീരീഡ് ടു 10 years. 8 വർഷം എന്നുള്ളത് എന്താക്കി മാറ്റി? 10 വർഷം ആക്കി മാറ്റി. 8 വർഷം എന്നുള്ളത് 10 വർഷമാക്കി മാറ്റി. രണ്ടാമത്തെ അമെൻമെൻറ്റ് ഇതാണ്. ദെൻ നെക്സ്റ്റ് വൺ, prohibition on common directors in case of cooperative bank. കോപ്പറേറ്റീവ് ബാങ്കുകളുടെ മറ്റൊരു കേസ് പറഞ്ഞിരിക്കുന്നതാണ്. എന്താണ്? പ്രൊഹിബിഷൻ ഓൺ കോമൺ ഡയറക്ടേഴ്സ് ഇൻ കേസ് ഓഫ് കോപ്പറേറ്റീവ് ബാങ്ക്. എന്താ നോക്കാം. ദ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രൊഹിബിറ്റ്സ് എ ഡയറക്ടർ ഓൺ ബാങ്ക്സ് ബോർഡ് ടു സെർവ് ഓൺ ദ ബോർഡ് ഓഫ് അനദർ ബാങ്ക്. എന്താണ്? ഈ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് അനുസരിച്ചിട്ട് എന്താണ്? ഒരു ബാങ്കിൽ ഡയറക്ടറായിട്ടിരിക്കുന്ന ആൾക്ക് മറ്റൊരു ബാങ്കിൻ്റെ ബോർഡിൽ ഡയറക്ടറായിട്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടുത്തെ പറയണമെന്ന് വെച്ചാൽ ദിസ് ഡസ് നോട്ട് അപ്ലൈ ടു ഡയറക്ടേഴ്സ് അപ്പോയിൻറ്റഡ് ബൈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇത് പക്ഷെ എന്താണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അപ്പോയിൻറ്റ് ചെയ്യുന്ന ഡയറക്ടർ ആണെന്നുണ്ടെങ്കിൽ ഇത് അപ്ലിക്കബിൾ അല്ല. ഓർക്കുക, എന്താ പറഞ്ഞത്? ഒരു ബാങ്കിൻ്റെ ഡയറക്ടറായിട്ട് ഇരിക്കുന്ന ആൾക്ക് എന്താ പറഞ്ഞിട്ടുള്ളത്? മറ്റൊരു ബാങ്കിൻ്റെ ബോർഡിൽ അംഗത്വം അല്ലെങ്കിൽ ബോർഡിൽ മെമ്പറായിരിക്കാൻ പറ്റില്ല. അതേപോലെ ദിസ് ഡസ് നോട്ട്, ഇത് ഒരു കാര്യം ഓർക്കുക, ദിസ് ഡസ് നോട്ട് അപ്ലൈ ടു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡയറക്ടർ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്ലോസ് അയാൾക്ക് അപ്ലിക്കബിൾ അല്ല. ഓക്കെ. The bill extend this exemption to the director of a central cooperative bank. ഈ എക്സെംഷൻ ഒരാൾക്കും കൂടി അപ്ലിക്കബിൾ ആണ്. എന്ത്? സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഡയറക്ടേഴ്സിനും ഈ ഒരു സംഭവം അപ്ലിക്കബിൾ അല്ല. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ദിസ് എക്സെംഷൻ വിൽ അപ്ലൈ വേർ ഹി ഈസ് ഇലക്റ്റഡ് ടു ദി ബോർഡ് ഓഫ് എ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഇൻ വിച്ച് ഹി ഈസ് എ മെമ്പർ. ഈ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൽ ഡയറക്ടറായിട്ടുള്ള ഒരാൾക്ക് എന്ത് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? അയാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയുക, എക്സംഷൻ വിൽ അപ്ലൈ വെർ ഹീ സെലക്റ്റഡ് ടു എ ബോർഡ് ഓഫ് എ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഇൻ വിച്ച് ഹീസ് എ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കിൽ ഡയറക്ടറായിട്ടിരിക്കുന്ന ആൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ മെമ്പറായിട്ടിരിക്കാൻ കുഴപ്പമില്ല. പോയിന്റ് ഒന്നുകൂടെ പറയാം. എന്താണ്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാങ്കിൻ്റെ ഡയറക്ടറായിട്ടിരിക്കുന്ന ആൾക്ക് മറ്റൊരു ബാങ്കിൻ്റെ ഡയറക്ടറായിട്ടിരിക്കാൻ പാടില്ല എന്നുള്ളതാണ് നിയമം, അല്ലേ? അപ്പോൾ ഇവിടെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിയമം ആർക്ക് ബാധകമല്ല? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡയറക്ടർ ആണെന്നുണ്ടെങ്കിൽ ആൾക്ക് ഈ ഒരു നിയമം ബാധകമല്ല. അയാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്താ പറയണത്? വേറൊരു ബാങ്കിൻ്റെ ഡയറക്ടറായിട്ടിരിക്കാം. ഓക്കെ. പിന്നെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വേറൊരു സംഭവം കൂടെ എക്സംഷൻ ഉണ്ട്. അതെവിടെയാന്ന് നോക്കൂ. സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഡയറക്ടറായിട്ടിരിക്കുന്ന ആൾക്കും ഈ ഒരു നിയമം ബാധകമല്ല. ഇയാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തിൻ്റെ ബോർഡിലേക്ക് നിൽക്കാം? അല്ലെങ്കിൽ ഹി ഈസ് എലക്റ്റഡ് ടു ദി എങ്ങോട്ടാണ്? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ബോർഡിലേക്ക് ഇയാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇലക്റ്റഡ് ആവാനായിട്ട്, അല്ലെങ്കിൽ അവിടെ ഒരു മെമ്പർ ഡയറക്ടറായിട്ട് നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ 2 സ്ഥലത്താണ് ഇവിടെ എക്സംഷൻ വന്നിട്ടുള്ളത്. ക്ലിയർ ആയല്ലോ? ദ നെക്സ്റ്റ് വൺ, ഡെഫിനീഷൻ ഓഫ് ഫോർട്ട്നൈറ്റ് ഫോർ ക്യാഷ് റിസർവ്. നമുക്കറിയാം എന്താണ് CRR എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ക്യാഷ് റിസർവ് റേഷ്യോ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. എന്താണ് CRR? നമ്മുടെ ബാങ്കുകൾ
ടോട്ടൽ ഡെപ്പോസിറ്റ്സിൻ്റെ ഇത്രയും പെർസെൻറ്റേജ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറയുന്നതാണ് CRR. എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ എപ്പോഴാണ് CRR മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്ത് ബേസിസിലാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്? ഫോർട്ട്നൈറ്റ് ബേസിസിലാണ് നമ്മൾ എന്ത് ചെയ്തിരുന്നത്? ബാങ്കുകൾ CRR മെയിൻറ്റെയിൻ ചെയ്തിരുന്നത് അല്ലേ? CRR എവിടെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ് CRR മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ അതെങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്തിരുന്നത്? ഫോർട്ട്നൈറ്റ് ബേസിസിലായിരുന്നു. അപ്പോൾ അവിടെ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. അതാണ് അടുത്ത ചേഞ്ച് എന്ന് നമുക്ക് പറയാം. അണ്ടർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട്, ഷെഡ്യൂൾഡ് ബാങ്ക്സ് മസ്റ്റ് മെയിൻറ്റെയിൻ എ സർട്ടൻ ലെവൽ ഓഫ് ആവറേജ് ഡെയിലി ബാലൻസ് വിത്ത് RBI ആസ് ക്യാഷ് റിസർവ്. ക്യാഷ് റിസർവ് ആയിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. ദിസ് ആവറേജ് ഡെയിലി ബാലൻസ് ഈസ് ബേസ്ഡ് ഓൺ average of the balances held by the banks at the closing of business of each day of fortnight. Fortnight ബേസിസിലാണ് ബാങ്കുകൾ CRR മെയിൻറ്റെയിൻ ചെയ്തിരുന്നത്. അപ്പോൾ എന്താണ് ഫോർട്ട്നൈറ്റ് ആയിരുന്നത്? എ ഫോർട്ട്നൈറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി പീരീഡ് ഫ്രം സാറ്റർഡേ ടു ദ സെക്കൻഡ് ഫോളോയിങ് ഫ്രൈഡേ. സാറ്റർഡേ മുതൽ സെക്കൻഡ് ഫോളോയിങ് ഫ്രൈഡേ, ദാറ്റ് ഈസ് ഒരു 14 days ആണ്. നമ്മൾ സാറ്റർഡേ മുതൽ സെക്കൻഡ് ഫോളോയിങ് ഫ്രൈഡേ വരെ, ഇൻക്ലൂഡിങ് ബോത്ത് ഡേയ്സ്. അപ്പോൾ സാറ്റർഡേയും ഈ ഫ്രൈഡേയും കൂടെ കൂടിയിട്ടുള്ള 2 ദിവസങ്ങൾ, അതായത് ഒരു 14 ദിവസത്തെ കണക്കാണ് ഇവിടെ വരുന്നത്. ഇതായിരുന്നു എന്ത് നമ്മുടെ ഫോർട്ട്നൈറ്റ് എന്നുള്ളതിൻ്റെ ഡെഫിനീഷനായിട്ട് പറഞ്ഞിരുന്നത്. പക്ഷേ ഈ നമ്മുടെ 2024 ബാങ്കിങ് ലോ അമെൻമെൻറ്റ് പ്രകാരം ഇതിൽ ഈ ഫോർട്ട്നൈറ്റ് എന്നുള്ള ഫോർട്ട്നൈറ്റിലെ ഡെഫിനീഷൻ എന്താ പറഞ്ഞിരുന്നത്? സാറ്റർഡേ മുതൽ സെക്കൻഡ് ഫോളോയിങ് ഫ്രൈഡേ വരെയാണ് ഫോർട്ട്നൈറ്റ് ആയിട്ട് പറഞ്ഞിരുന്നത്. പക്ഷെ ഇവിടെ എന്താ നോക്കൂ, the bill changes the definition of fortnight to the period from first day to the 15th day of each month. ഒന്നുകിൽ ആദ്യത്തെ ദിവസം മുതൽ 15ാമത്തെ ദിവസം വരെ ആവാം, അല്ലെങ്കിൽ 16th day to the last day, 16ാമത്തെ ദിവസം മുതൽ അവസാനത്തെ ദിവസം വരെ. ഇതാണ് ഇപ്പോഴത്തെ കേസിൽ നമ്മുടെ ഫോർട്ട്നൈറ്റ് ബേസിസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഫോർട്ട്നൈറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ കേസിൽ പറയുന്നത് ഒന്നുകിൽ 1ാമത്തെ ദിവസം മുതൽ 15ാമത്തെ ദിവസം വരെ ആകാം, അല്ലാന്നുണ്ടെങ്കിൽ 16ാമത്തെ ദിവസം മുതൽ ലാസ്റ്റ് ഡേ, അതായത് നമ്മുടെ ഓരോ മാസത്തെയും ലാസ്റ്റ് ഡേ. അതാണ് ഇപ്പോഴത്തെ നിയമപ്രകാരം ഫോർട്ട്നൈറ്റ് എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്. It also changes this definition under the Banking Regulation Act, where non-scheduled banks are required to maintain cash reserve. ഇവിടെ എന്താ പറഞ്ഞത്? This definition under Banking Regulation Act പ്രകാരം where non-scheduled banks are required to maintain cash reserve. Non-scheduled ബാങ്കുകൾക്കാണെന്നുണ്ടെങ്കിലും CRR മെയിൻറ്റെയിൻ ചെയ്യാം. ഇതാണ് നമ്മുടെ ഈ ഫോർട്ട്നൈറ്റ് എന്നുള്ള കേസിൽ വന്നിരിക്കുന്ന ചേഞ്ച്. അതാണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് കേട്ടോ. ഒന്നുകിൽ 1 മുതൽ 15ാമത്തെ ദിവസം വരെ, അല്ലെങ്കിൽ 16ാം ദിവസം മുതൽ ഒരു മാസത്തിൻ്റെ ലാസ്റ്റ് ഡേ വരെയാണ് ഫോർട്ട്നൈറ്റിൽ. ക്ലിയർ ആയല്ലോ? അടുത്ത ചേഞ്ച്, സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഇൻ എ കമ്പനി. സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഇൻ എ കമ്പനി എന്ന് പറയുമ്പോൾ അണ്ടർ ദ ബാങ്കിങ് റെഗുലേഷൻ ആക്ട്, substantial interest in a company refers to the holding shares of over 5 lakhs rupees or 10% of paid up share capital of the company, whichever is less. അപ്പോൾ ഒരാൾക്ക് കമ്പനിയിൽ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അയാളുടെ കയ്യിൽ എന്താണ് ഹോൾഡിംഗ് ഷെയർസ് ഓഫ് 5 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ഷെയറുകൾ. ഓർക്കുക കേട്ടോ, ഷെയർസ് ഓഫ് ഓവർ 5 lakhs rupees, 5 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ഷെയറുകൾ, അല്ലാന്നുണ്ടെങ്കിൽ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലിൻ്റെ 10% ഓർ 10% ഓഫ് ദി പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഓഫ് ദി കമ്പനി. ഇതിലേതാണോ ചെറുത്, വിച്ച് എവർ ഈസ് ലെസ്, അത് അയാളുടെ കയ്യിലുണ്ടെങ്കിൽ അയാൾക്ക് നമ്മുടെ കമ്പനിയിൽ അല്ലെങ്കിൽ നമ്മുടെ ബാങ്കിൽ ഒരു സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നാണ് പറഞ്ഞിരുന്നത്. എന്താണ്? അയാളുടെ കയ്യിൽ ടോട്ടൽ ഷെയർ എത്ര ഉണ്ടായിരിക്കണം?
5 ലക്ഷം എന്താണ് 10% ഓവർ 5 lakhs ഓവർ 5 ലക്ഷത്തിൽ കൂടുതൽ ഓർ 10% ഓഫ് ദ പെയ്ഡ് അപ്പ് വാല്യൂ ഓഫ് ദ ക്യാപിറ്റൽ. നമ്മുടെ ടോട്ടൽ ക്യാപിറ്റലിൻ്റെ എന്താണ് പെയ്ഡ് അപ്പ് ക്യാപിറ്റലിൻ്റെ 10% അയാളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ വിച്ച് എവർ ഈസ് ലെസ്, ഇത് ഏതാണോ ചെറുത് അത് അയാളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അയാളെ നമ്മൾ എന്ത്, അല്ലെങ്കിൽ അയാൾക്ക് നമ്മുടെ കമ്പനിയിൽ ഒരു സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ this may be held by an individual, his spouse or minor child, either individually or collectively. ഇത് ചിലപ്പോൾ അയാളുടെ കയ്യിൽ തന്നെയാണെന്നില്ല, അയാളുടെ ഭാര്യയുടെ കയ്യിലോ അല്ലാന്നുണ്ടെങ്കിൽ കുട്ടിയുടെ കയ്യിലോ, എങ്ങനെ തന്നെയായാലും ഹോൾ ടോട്ടലായിട്ട് ഇയാളുടെ കയ്യിൽ ഇത്രയും ഷെയർ ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നാണ് പറഞ്ഞിരുന്നത്. ഓക്കെ, ദ ബിൽ അമെൻഡ്സ് ദിസ് ടു ഇൻക്രീസ് ത്രെഷോൾഡ് ടു 2 crore rupees. പക്ഷെ ഇതിനെ എന്താക്കി മാറ്റി? 2 കോടി രൂപയാക്കി മാറ്റി. ഈ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ 2 കോടി രൂപ ഇയാളുടെ കയ്യിൽ ഉണ്ടായിരിക്കും. 2 കോടി രൂപയുടെ ഷെയറുകളെങ്കിലും ഇയാളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിലാണ് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് അയാൾക്ക് ഉണ്ട് എന്ന് പറയാം എന്നുള്ള ചേഞ്ച് വന്നിട്ടുണ്ട്. ദ സെൻട്രൽ ഗവൺമെൻറ് മേ ആൾട്ടർ ദ എമൗണ്ട് ത്രൂ എ നോട്ടിഫിക്കേഷൻ. ഈ 2 കോടി എന്നുള്ളത് എന്തിന്? സെൻട്രൽ ഗവൺമെൻറ്റിന് ഇതിൽ ഓൾട്ടറേഷൻ വരുത്താനുള്ള അവകാശം സെൻട്രൽ ഗവൺമെൻറ്റിനും ഉണ്ട് എന്ന് ഈ ബില്ലിൽ പറയുന്നുണ്ട്. ക്ലിയർ ആയല്ലോ? ദ നെക്സ്റ്റ് വൺ, റെമ്യൂണറേഷൻ ഓഫ് ഓഡിറ്റേഴ്സ്. ഓഡിറ്റേഴ്സിൻ്റെ റെമ്യൂണറേഷൻ എന്താ? അറ്റ് പ്രസന്റ് റെമ്യൂണറേഷൻ പെയ്ഡ് ടു ദ ഓഡിറ്റേഴ്സ് ഓഫ് എ ബാങ്ക് ഈസ് ഫിക്സ്ഡ് ബൈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇൻ കൺസൾട്ടേഷൻ വിത്ത് സെൻട്രൽ ഗവൺമെൻറ്. നമ്മുടെ ഓഡിറ്റേഴ്സിന് റെമ്യൂണറേഷൻ കൊടുക്കണം അല്ലേ? ഓക്കെ, അങ്ങനെ ഓഡിറ്റേഴ്സിൻ്റെ റെമ്യൂണറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫിക്സ് ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. എങ്ങനെ? ഇൻ കൺസൾട്ടേഷൻ വിത്ത് സെൻട്രൽ ഗവൺമെൻറ്. സെൻട്രൽ ഗവൺമെൻറ്റുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് ഓഡിറ്റേഴ്സിൻ്റെ റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യുന്നത്. ദ ബിൽ എംപവേഴ്സ്, പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ ബില്ല് പ്രകാരം എന്ത് ചെയ്തു? ദ ബിൽ എംപവേഴ്സ് ദ ബാങ്ക്സ് ടു ഡിസൈഡ് ദ റെമ്യൂണറേഷൻ ഓഫ് ദെയർ ഓഡിറ്റേഴ്സ്. ബാങ്കുകൾക്ക് അതിനുള്ള അധികാരം കൊടുത്തു. തൻ്റെ ബാങ്കുകളിൽ ഓഡിറ്റ് ചെയ്യുന്ന ഓഡിറ്റേഴ്സിൻ്റെ റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യാനുള്ള അധികാരം അതാത് ബാങ്കുകൾക്ക് ഇനി മുതൽ ചെയ്യാമെന്നുള്ള നിയമവും ഇപ്രാവശ്യത്തെ അമെൻമെൻറ്റ് ബില്ലിൽ വന്നിട്ടുണ്ട്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, സെറ്റിൽമെൻറ്റ് ഓഫ് അൺക്ലെയിംഡ് എമൗണ്ട്. അപ്പോൾ എന്താ നോക്കാം? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് ആൻഡ് ബാങ്കിങ് കമ്പനീസ് അക്യൂസിഷൻ ആൻഡ് ട്രാൻസ്ഫർ ഓഫ് അണ്ടർടേക്കിംഗ് ആക്ട് 1970 ആൻഡ് 1980 പ്രൊവൈഡ് ഫോർ ട്രാൻസ്ഫറിംഗ് അൺപെയ്ഡ് ഓർ അൺക്ലെയിംഡ് ഡിവിഡൻഡ് ടു ആൻ അൺപെയ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ട്. ഇത്ര ഒന്ന് നോക്കാം. എന്താണ് പറഞ്ഞത്? എന്താ പറഞ്ഞിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബാങ്കിൽ നമുക്ക് അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ അൺക്ലെയിംഡ് ഡിവിഡൻഡ് ഉണ്ട്. ഡെപ്പോസിറ്റ് അല്ല കേട്ടോ, അൺക്ലെയിംഡ് ഡിവിഡൻഡ് ഉണ്ട്. അൺക്ലെയിംഡ് ഡിവിഡൻഡ് എന്ന് പറയുമ്പോൾ എന്താ? നമ്മൾ ഓരോ കമ്പനികളും ഡിവിഡൻഡ് കൊടുക്കും അല്ലേ? ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗത്തിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ഡിവിഡൻഡ് എന്ന്. ഓക്കെ, ഇങ്ങനെ ഡിവിഡൻഡ് സാധാരണ കേസിൽ ഷെയർ ഹോൾഡേഴ്സ് അത് എടുക്കേണ്ടതാണ്. നോർമൽ കേസിൽ ഷെയർ ഹോൾഡേഴ്സ് അത് എടുക്കും. പക്ഷേ ചില ഷെയർ ഹോൾഡേഴ്സ് ആരെങ്കിലും അത് എടുക്കാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അൺക്ലെയിംഡ് ഡിവിഡൻഡ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ക്ലെയിം ചെയ്യാത്ത ഡിവിഡൻഡ്. ഓക്കെ, അപ്പോൾ ഡിവിഡൻഡ് ഇത് നമ്മൾ എന്താ ചെയ്യണത്? ഇത് സാധാരണ കേസിൽ അൺക്ലെയിംഡ് ഡിവിഡൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് ഇങ്ങോട്ട് മാറ്റും, അൺക്ലെയിംഡ് ഡിവിഡൻഡ് അക്കൗണ്ടിലേക്കാണ് മാറ്റുക. അൺക്ലെയിംഡ് ഡിവിഡൻഡ് അക്കൗണ്ടിലേക്കാണ് ഒരു കമ്പനിയിൽ എന്ത് ക്ലെയിം ചെയ്യാത്ത ഡിവിഡൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അൺക്ലെയിംഡ് ഡിവിഡൻഡ് അക്കൗണ്ടിലേക്ക് മാറ്റും. ഇഫ് ദ മണി ഇൻ ദ അക്കൗണ്ട് റിമെയിൻസ് അൺപെയ്ഡ് ഓർ അൺക്ലെയിംഡ് ഫോർ 7 years, ഇപ്പോൾ 7 വർഷമായിട്ടും ഇത് ക്ലെയിം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതെങ്ങോട്ട് മാറ്റുന്ന പറഞ്ഞിട്ടുള്ളത്? IEPF മാറ്റണം എന്നാണ് ഇപ്പോഴത്തെ നിയമത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ് IEPF? ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഫണ്ടാണ് IEPF എന്ന് പറയുന്നത്. എന്താ? നമ്മൾ അൺക്ലെയിംഡ് ഡിവിഡൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അൺക്ലെയിംഡ് ഡിവിഡൻഡ് എന്താണെന്ന് അറിയാം അല്ലേ? ക്ലെയിം ചെയ്യാത്ത ഡിവിഡൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓരോ വർഷവും ഇങ്ങോട്ട് മാറ്റും, അൺക്ലെയിംഡ് ഡിവിഡൻഡ് അക്കൗണ്ടിലേക്ക് മാറ്റും. ഇനി അൺക്ലെയിംഡ് ഡിവിഡൻഡ് അക്കൗണ്ടിൽ 7 വർഷമായിട്ടും കിടക്കുന്ന പൈസയാണ് എന്നുണ്ടെങ്കിൽ അത് എങ്ങോട്ട് മാറ്റണം എന്നാണ് പറയുന്നത്? IEPF ആണ് മാറ്റേണ്ടത്. അപ്പോൾ IEPF എന്ന് പറയുമ്പോൾ
ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഫണ്ടാണ് IEPF എന്ന് പറയുന്നത്. The bill widens the ambit of funds that can be transferred to the IEPF. These include shares for which dividend has not been paid or claimed for 7 consecutive years. എന്ത് കേസിൽ അത് മാറ്റണേ നോക്കാം. എന്താണ്? അൺക്ലെയിം ചെയ്യാതെ ഇരിക്കുകയാണ്, ക്ലെയിം ചെയ്യാതെ ഇരിക്കുകയാണ് 7 വർഷമായിട്ടും. Then any interest or redemption amount for bonds which is unpaid or unclaimed for 7 years. ഇത് ഡിവിഡൻഡ് മാത്രമല്ല, ഇൻട്രസ്റ്റ്. നമ്മുടെ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് നമ്മൾ എന്ത് കൊടുക്കും? ഇൻട്രസ്റ്റ് കൊടുക്കും അല്ലേ? ഇൻട്രസ്റ്റ് ഓർ ഡിബഞ്ചറിൻ്റെ റിഡംഷൻ ഉണ്ടല്ലോ, റിഡംഷൻ എമൗണ്ട്, ഇതെല്ലാം ക്ലെയിം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതെല്ലാം നമ്മൾ അൺപെയ്ഡ് അക്കൗണ്ടിലേക്കാണ് മാറ്റുക. ഇതെല്ലാം 7 years ആയിട്ട് ക്ലെയിം ചെയ്യാതെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നമ്മൾ IEPFലേക്ക് മാറ്റണം എന്നുള്ളതാണ് പറയുന്നത്. എനി പേഴ്സൺ ഹൂസ് ഷെയർസ് ഓർ അൺക്ലെയിംഡ് അൺപെയ്ഡ് മണി ഈസ് ട്രാൻസ്ഫേർഡ് ടു IEPF ക്യാൻ ക്ലെയിം ദ ട്രാൻസ്ഫറർ ഓർ റീഫണ്ട്. ഇത് മാറ്റിയെന്ന് വെച്ചിട്ട് നമുക്ക് തിരിച്ച് കിട്ടില്ല എന്നൊന്നുമില്ല. വേണമെന്നുണ്ടെങ്കിൽ ഇത് ക്ലെയിം ചെയ്ത് നമുക്ക് തിരിച്ചെടുക്കാം. നമ്മൾ ഡെഫ് അക്കൗണ്ട് പഠിച്ചിട്ടുണ്ടല്ലേ, ഡെപ്പോസിറ്റേഴ്സ് എഡ്യൂക്കേഷൻ അവയർനെസ് ഫണ്ട്. 10 വർഷമായിട്ടും ട്രാൻസാക്ഷൻ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അത് നമ്മൾ എങ്ങോട്ട് മാറ്റും? ഡെഫിലേക്ക് മാറ്റുമെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്നിട്ട് എന്ത് ചെയ്യാം? പിന്നീട് കസ്റ്റമർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡെഫിൽ നിന്നും പൈസ നമുക്ക് റിഡീം ചെയ്തെടുക്കാമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അതേപോലെ തന്നെ IEPFലേക്ക് മാറ്റിയെന്ന് വെച്ചിട്ട് നമ്മുടെ പൈസ തിരിച്ച് കിട്ടില്ല എന്നില്ല. നമുക്ക് അതിൻ്റെ റിയൽ ഓണർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ മാറ്റിയ പൈസ നമുക്ക് തിരിച്ചെടുക്കാം. അതാണ് അടുത്ത ഒരു അമെൻമെൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത്രയാണ് നമ്മുടെ അമെൻമെൻറ്റ്. നമുക്കൊന്നും കൂടെ ഒന്ന് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആണിട്ട് എല്ലാവരും പഠിക്കുക കറക്റ്റായിട്ട്. അപ്പോൾ ആദ്യം നമ്മൾ എന്താ പഠിച്ചത്? August 9, 2024 ലോക്സഭയിൽ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. December 3, 2024 അത് പാസ്സാക്കി. എന്തൊക്കെ ആക്റ്റിലാണ് നിയമം ചേഞ്ച് വന്നിട്ടുള്ളത്? പഠിച്ചു വയ്ക്കുക ആക്റ്റുകൾ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934 ചേഞ്ച് വന്നിട്ടുണ്ട്. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 ചേഞ്ച് വന്നിട്ടുണ്ട്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1955 ചേഞ്ച് വന്നിട്ടുണ്ട്. ദെൻ Banking Companies Act 1970, then Banking Companies Act 1980. ഇതിലെല്ലാം നമ്മുടെ ഇപ്പോഴത്തെ ബാങ്കിങ് ലോസ് അമെൻമെൻറ്റ് ബിൽ 2024 പ്രകാരം ചേഞ്ചസ് വന്നിട്ടുണ്ട്. അതിലാദ്യം വന്നിരിക്കുന്ന ഇമ്പോർട്ടൻറ്റ് ചേഞ്ചാണ് നോമിനേഷൻ്റെ കേസ്. നോമിനേഷൻ്റെ കേസിൽ കൺഫ്യൂഷൻ ആവരുത്. നോമിനേഷൻ നമുക്ക് ആദ്യം ഒരു നോമിനീനെയാണ് വെക്കാൻ പറ്റിയിരുന്നത്. പിന്നീട് എന്താക്കി മാറ്റി? 4 നോമിനീനെ വെക്കാന്നുള്ളതും ആക്കി മാറ്റിയിട്ടുണ്ട്. ഇങ്ങനെ 4 നോമിനീനെ വെക്കുമ്പോൾ നമുക്ക് 2 രീതിയിൽ വെക്കാം. സക്സസീവ് നോമിനേഷനും സൈമിൾട്ടേനിയസ് നോമിനേഷനും. ഓക്കെ, സക്സസീവ് നോമിനേഷൻ എന്ന് പറയുമ്പോൾ എന്താ? നമുക്ക് ഓരോരുത്തർക്ക് അതോറിറ്റി ഇത്ര ഹയർ അതോറിറ്റി വെച്ചിട്ട് നമുക്ക് കൊടുക്കാം. അതായത് കിട്ടാനുള്ള അർഹത ഓരോരുത്തർക്കും പ്രയോറിറ്റി വെച്ചിട്ട് നമുക്ക് കൊടുക്കാവുന്ന, അതോറിറ്റി അല്ല പ്രയോറിറ്റി വെച്ചിട്ട് നമുക്ക് കൊടുക്കാം. ആദ്യം കിട്ടാനുള്ള അവകാശം ഒരാൾക്ക് കൊടുക്കാം. അയാൾ എങ്ങാനും ജീവിച്ചിരിപ്പില്ല എന്നുണ്ടെങ്കിൽ മാത്രം രണ്ടാമത്തെ ആൾക്കാണ് അതിൻ്റെ അവകാശം. അങ്ങനെ ഓരോരുത്തരുടെയും ഓർഡറിൽ കൊടുക്കുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? സക്സസീവ് നോമിനേഷൻ എന്ന് പറയുന്നത്. സൈമിൾട്ടേനിയസ് നോമിനേഷൻ്റെ പ്രത്യേകത എന്താ? ഇവിടെ ഓരോരുത്തർക്കും കിട്ടാനുള്ളതിൻ്റെ പ്രപ്പോർഷൻ നമുക്ക് മെൻഷൻ ചെയ്യാം എന്നുള്ളതാണ് എന്തിൻ്റെ പ്രത്യേകത? സൈമിൾട്ടേനിയസ് നോമിനേഷൻ്റെ പ്രത്യേകത പറഞ്ഞത്. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഇൻ കേസ് ഓഫ് ഡെപ്പോസിറ്റിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സക്സസീവ് നോമിനേഷനും സൈമിൾട്ടേനിയസ് നോമിനേഷനും രണ്ടും അപ്ലിക്കബിൾ ആണ്. പക്ഷേ ലോക്കർ ഫെസിലിറ്റി മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് മാത്രമേ പറ്റുള്ളൂ? സക്സസീവ് നോമിനേഷൻ മാത്രമാണ് പറ്റുക. ഇത്രയാണ് ഇവിടെ നമുക്ക് നോക്കാനുള്ളത്. ദെൻ പിന്നെ നമ്മൾ പറഞ്ഞത് ടെന്യൂർ എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് കോപ്പറേറ്റീവ് ബാങ്കുകളുടെ കേസാണ് കേട്ടോ. കോപ്പറേറ്റീവ് ബാങ്കുകളുടെ ആണെന്നുണ്ടെങ്കിൽ ഡയറക്ടേഴ്സിൻ്റെ കാലാവധി സാധാരണ കേസിൽ 8 വർഷത്തിൽ കൂടുതൽ ഒരാൾക്ക് നമ്മുടെ കോപ്പറേറ്റീവ് ബാങ്കുകളുടെ ഡയറക്ടർ ആയിട്ടിരിക്കാൻ പറ്റില്ലായിരുന്നു. അത് എക്സെപ്റ്റ് ആണ് ചെയർമാനും ഹോൾ ടൈം ഡയറക്ടർക്കും അല്ല കേട്ടോ. ഓക്കെ, പക്ഷേ ഇപ്പോഴത്തെ നിയമപ്രകാരം എന്താക്കി മാറ്റി? 8 വർഷം എന്നുള്ളത് 10 വർഷമാക്കി മാറ്റി. പിന്നെ നമ്മൾ നോക്കിയത് പ്രൊഹിബിഷൻ ഓൺ കോമൺ ഡയറക്ടേഴ്സ് ഇൻ കേസ് ഓഫ് കോപ്പറേറ്റീവ് ബാങ്ക്. പിന്നെ നമ്മൾ കോമൺ ഡയറക്ടേഴ്സിൻ്റെ കേസാണ് പറഞ്ഞത്. ഒരു കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഒരു ഡയറക്ടർ ബോർഡിലുള്ള ആൾക്ക് മറ്റൊരു ബാങ്കിൻ്റെ ഡയറക്ടർ ബോർഡിൽ ഇരിക്കാനായിട്ട് പാടില്ല. പക്ഷേ ഈ ഒരു കേസ് എക്സംഷൻ തന്നിക്കണത് എന്താ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അപ്പോയിൻറ്റ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ നിയമം ബാധകമല്ല. അതേപോലെ നമ്മൾ സെൻട്രൽ
സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഡയറക്ടർ ബോർഡിലുള്ള ഡയറക്ടറായിട്ടിരിക്കുന്ന ആൾക്കാണെന്നുണ്ടെങ്കിൽ എവിടെ മെമ്പർ ആവാം? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഡയറക്ടർ ബോർഡിൽ മെമ്പറായിട്ടിരിക്കാനായിട്ട് പറ്റും. ദെൻ പിന്നെ പറയണത് ഡെഫിനീഷൻ ഓഫ് ഫോർട്ട്നൈറ്റ്. ഫോർട്ട്നൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CRR, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ CRR മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആ ഒരു കാലയളവ് അല്ലെങ്കിൽ കാലാവധിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫോർട്ട്നൈറ്റ് ബേസിസ് എന്ന് വിളിക്കുന്നത്. ഫോർട്ട്നൈറ്റ് ആദ്യം എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ സാറ്റർഡേ മുതൽ സെക്കൻഡ് ഫോളോയിങ് ഫ്രൈഡേ ആയിരുന്നു ഫോർട്ട്നൈറ്റ്. ഇപ്പം എന്താക്കി മാറ്റി? ഒന്നുകിൽ 1-ാം തീയതി മുതൽ 15-ാം തീയതി വരെ, അല്ലാന്നുണ്ടെങ്കിൽ 16-ാം തീയതി മുതൽ ലാസ്റ്റ് വർക്കിംഗ് ഡേ അല്ലെങ്കിൽ ലാസ്റ്റ് ഡേ ഓഫ് ഈച്ച് മന്ത്. അതാണ് എന്ത് പറഞ്ഞത്? ഫോർട്ട്നൈറ്റിൽ പറഞ്ഞത്. ദെൻ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ ഒന്നുകിൽ പെയ്ഡ് അപ്പ് ഷെയർ, ഒന്നുകിൽ 5 ലക്ഷം രൂപയുടെ ഷെയർ വേണം, മോർ ദാൻ ഓവർ 5 lakhs 5 ലക്ഷം രൂപയിൽ കൂടുതലോ, അല്ലാന്നുണ്ടെങ്കിൽ ടോട്ടൽ പെയ്ഡ് അപ്പ് വാല്യൂൻ്റെ 10% ഇയാളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ എത്രയാക്കി മാറ്റി? 2 കോടി രൂപയാക്കി മാറ്റി. ഇത് ഓർഡർ ചെയ്യാനുള്ള അധികാരം ആർക്കുള്ളത്? സെൻട്രൽ ഗവൺമെൻറ്റിന് ഈ ഒരു എമൗണ്ട് വ്യത്യാസം വരുത്താനുള്ള അവകാശമുണ്ട്. ദ നെക്സ്റ്റ് വൺ, റെമ്യൂണറേഷൻ. നമ്മൾക്ക് ആദ്യം ഓഡിറ്റേഴ്സിൻ്റെ റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്തിരുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിരുന്നു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇൻ കൺസൾട്ടേഷൻ വിത്ത് സെൻട്രൽ ഗവൺമെൻറ്റുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ടാണ് ഓഡിറ്റേഴ്സിൻ്റെ റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ നിയമപ്രകാരം അതാത് ബാങ്കുകൾക്ക് ഓഡിറ്റേഴ്സിൻ്റെ റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യാനുള്ള അധികാരമുണ്ട് എന്നും നമ്മുടെ ഇപ്പോഴത്തെ നിയമത്തിൽ പറയുന്നുണ്ട്. ദെൻ അൺക്ലെയിംഡ് എമൗണ്ട് ആണെന്നുണ്ടെങ്കിൽ എന്താ പറഞ്ഞത്? അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ് അല്ല, അൺക്ലെയിംഡ് ഡിവിഡൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെങ്ങോട്ട് മാറ്റണം? സാധാരണ കേസിൽ അൺപെയ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ടിലേക്ക് മാറ്റാറുണ്ട്. ഈ അൺപെയ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ടിൽ 7 വർഷമായിട്ടും അതിൽ നിന്ന് ക്ലെയിം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതെങ്ങോട്ട് മാറ്റണം? IEPFിലേക്ക് മാറ്റണം. ഈ IEPF എന്ന് പറയുന്നത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മുടെ ഫോം ചെയ്തത് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ആണ്. അതൊന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. ദെൻ അപ്പോൾ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് അൺക്ലെയിംഡ് ഡിവിഡൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെങ്ങോട്ട് മാറ്റും എന്ന് പറഞ്ഞു? അൺക്ലെയിംഡ് ഡിവിഡൻഡ് അക്കൗണ്ടിലേക്ക് മാറ്റും. ഇവിടെ 7 വർഷമായിട്ടും അത് ക്ലെയിം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ IEPF, ദാറ്റ് ഈസ് ഇൻവെസ്റ്റേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഫണ്ടിലേക്ക് മാറ്റും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ അതേപോലെ തന്നെ ഷെയർസ് ഫോർ വിച്ച് ഡിവിഡൻഡ് കൊടുത്തിട്ടില്ലാത്തതും, അതേപോലെ ഒരു കേസും കൂടെ പറയുന്നുണ്ട്, ഇൻട്രസ്റ്റ്, നമ്മുടെ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കിട്ടുന്ന ഇൻട്രസ്റ്റ് അത് ക്ലെയിം ചെയ്തില്ല. അതേപോലെ തന്നെ റിഡംഷൻ എമൗണ്ട് ഉണ്ട്, അതും ക്ലെയിം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ 7 വർഷമായിട്ടും ക്ലെയിം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതെങ്ങോട്ട് മാറ്റണം? IEPFിലേക്ക് മാറ്റണം എന്നുള്ളതാണ് നമ്മുടെ അടുത്ത അമെൻമെൻറ്റ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ അമെൻമെൻറ്റിനെ പറ്റിയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. മറ്റൊരു സന്തോഷകരമായ വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എൻട്രിയിലെ ഇപ്പോഴത്തെ റിസൾട്ട് വന്നിട്ട് നല്ല റിസൾട്ടാണ്. നമ്മുടെ എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചിട്ട് നല്ല റിസൾട്ടാണ് നമ്മുടെ എൻട്രി ഇപ്രാവശ്യം കിട്ടിയിട്ടുള്ളത്. 11ലധികം നമ്മുടെ ആൾക്കാർ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിൻ്റെ ലിസ്റ്റിലേക്ക് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ കേരള ബാങ്കിൻ്റെ ലിസ്റ്റിൽ 22 കുട്ടികളിൽ കൂടുതൽ സ്റ്റുഡൻസ്, നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് നമുക്കുണ്ട്. അതേപോലെ തന്നെ CSEBയിൽ ഇപ്പോഴത്തെ റിസൾട്ട് പ്രകാരം 10 കുട്ടികളിൽ കൂടുതൽ, 10 സ്റ്റുഡൻസിൽ കൂടുതൽ CSEBയിൽ നമ്മൾക്ക് ജോലി നേടാൻ സാധിച്ചിട്ടുണ്ട്. അത് നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനം, നല്ല ഫാക്കൽറ്റിയും നല്ല മെൻറ്റേഴ്സും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു സംഭവം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി സ്റ്റഡി പ്ലാൻ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. ഓരോ ദിവസവും നിങ്ങൾ ഇത്ര പഠിക്കണം എന്നുള്ളത് പ്ലാൻ കൊടുത്തിട്ട് അത് ആ മെൻറ്റേഴ്സ് ഡെയിലി അത് ചെക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ മോക്ക് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടെസ്റ്റ് എഴുതി നമുക്ക് എവിടെയാണ് നമ്മുടെ വീക്കർ പോയിന്റ് എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഇതുവഴി സാധിക്കും. പിന്നെ വരുന്നത് മെൻറ്റർ സപ്പോർട്ടാണ്. മെൻറ്റർ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏതൊരു ഏരിയയിലും നിങ്ങൾക്ക് ഡൗട്ട് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ടോപ്പിക്ക് പഠിച്ചു, നിങ്ങൾക്ക് ഡൗട്ട് വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നിങ്ങളുടെ ഏതൊരു സമയത്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ മെൻറ്ററെ കോൺടാക്ട് ചെയ്യുക എന്നുള്ളൊരു ഫുൾ ഫ്രീഡം നമുക്ക് തരുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പഠനത്തിനുമായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഇതുമായിട്ട് എന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങളുടെ മെൻറ്റേഴ്സിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.
ദെൻ ഡെയിലി ലൈവ് ക്ലാസ്സുകളുണ്ട്. നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സുകൾ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും. റെക്കോർഡഡ് ക്ലാസ് കണ്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും വീണ്ടും നിങ്ങൾക്ക് ഡെയിലി ക്ലാസ്സുകളിൽ നമുക്കത് കൺസേൺഡ് ഫാക്കൽറ്റിയോട് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ദെൻ നെക്സ്റ്റ് വൺ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ദെൻ സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. വീക്കർ ഏരിയ ഫോക്കസ് നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ എവിടെയാണ് നമുക്ക് കുറവ്. ലോയിലാണോ, ബാങ്കിങ്ങിലാണോ, ഇംഗ്ലീഷാണോ, മാത്സ് ആണോ, ഇങ്ങനെ മോക്ക് ടെസ്റ്റുകൾ ഡെയിലി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് എവിടെയാണ് നിങ്ങൾ വീക്കായിട്ടുള്ളത്. ആ ഒരു ഏരിയ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. നിങ്ങൾ മാത്രമല്ല, അത് നിങ്ങളുടെ മെൻറ്ററും കാണുന്നുണ്ടാവും. ആ മെൻറ്റർ തന്നെ നിങ്ങളെ വിളിച്ച് ആ ഒരു ഏരിയയിൽ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മുടെ മെൻറ്റേഴ്സ് കൂടുതൽ കാര്യങ്ങൾ ആ ഒരു ഏരിയനെ ബേസ് ചെയ്തിട്ട് കൂടുതൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ മാക്സിമം എല്ലാവരും പെട്ടെന്ന് തന്നെ ഈ കാണുന്ന നമ്പറിലേക്ക് വിളിച്ച് എൻട്രിയിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ താങ്ക് യു.